ഗുരുകാരണന്മാരുടെ കാലത്ത് മുതലേ എത്രയോ തലമുറകൾക്ക് മുൻപ് ഭദ്രകാളിയെ അറിഞ്ഞ് അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ആ കാലഘട്ടം മുതലേ അമ്മയെ കുടിവെച്ച് ആരാധിക്കുന്നതാണ് പല കുടുംബങ്ങളിലും. അമ്മയ്ക്കും അതേപോലെ തന്നെ ഭദ്രകാളി സാന്നിധ്യത്തിനും ശ്രീകോവിലോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. തറകെട്ടിയിട്ട് മഞ്ഞും മഴയും കൊള്ളുന്ന അവസ്ഥയിലിരിക്കുന്നതായ ഭഗവതിമാരുണ്ട്. അതല്ലാതെ വീടിനുള്ളിൽ വെച്ച് ആചരിക്കുന്നതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും തലമുറകളായിട്ട് ആചരിച്ച് വന്നിരുന്നു. ഇപ്പോഴും വരുന്നുണ്ട്. പലർക്കും ഈ ഇടവസരത്തിലൊക്കെ ആയിട്ട് ഭക്തിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കുറേ ദുരിതങ്ങളും വരുന്നുണ്ട്. ഭക്തി കുറഞ്ഞുകൊണ്ട് ദുരിതം വരില്ല. പക്ഷേ ആ ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ദുരിതങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ദേവീനെ ആചരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് കുറേ സമാധാനം ഉണ്ടായിരിക്കും. മാനസികമായിട്ട് സമാധാനം ഉണ്ടാകുമ്പോൾ കുടുംബ പശ്ചാത്തലത്തിലും കുറേ മാറ്റങ്ങൾ വരും. വഴക്കുണ്ടാക്കാനുള്ളൊരു പ്രവണത കുറയും. അല്ലെങ്കിൽ ഭക്ഷണത്തിന് കഴിക്കാൻ എല്ലാവരും കൂടി സൗഹൃദമായിട്ട് വരുന്നത്, പല കാര്യത്തിലും ആ മനസ്സിന് സമാധാനം ഉണ്ടായി തന്നെ കുറേ മാറ്റങ്ങൾ വരും. ഭക്തിയില്ലെങ്കിൽ വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്നതായ കുടുംബങ്ങളാണ് പല ഹിന്ദു കുടുംബങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ആ ഹിന്ദു കുടുംബങ്ങളിലുള്ളതായ ദേവീദേവന്മാരെ തലമുറകളായിട്ട് മക്കളായിട്ട് അതിനെ ആചരിച്ച് അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ, കാരണം നമ്മൾ കൊടുക്കുന്നത് മാത്രമേ അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. സാങ്കല്പികമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരി, ആ ദേവനോ ദേവിക്കോ അത് വയറ് നിറച്ച് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അത് അദ്ദേഹം കൈക്കൊള്ളും. നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അത് മറ്റേ ഇളനീരോ കരിക്കോ നൈവേദ്യ വസ്തുക്കൾ എന്തായാലും ശരി, നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അദ്ദേഹം അത് ഭക്ഷിക്കും. നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ ദേവസ്ഥാനം തന്നെ അപ്പുറത്തും എല്ലാ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ശരി, അവരുടെ വീട്ടിലുള്ളത് അവരുടെ ദൈവം മാത്രമാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. സംഗതി ഭദ്രകാളിയായാലും ശരി, ഗുരുക്കന്മാരെ അവരുടെ ഉപാസനാ വൈദഗ്ധ്യം, ഉപാസന രീതി, അവരെ സംരക്ഷിച്ചു പോന്നിട്ടുള്ള രീതി, കർമ്മത്തിൻ്റെതായ ആ ഭംഗി അല്ലെങ്കിൽ ആ കർമ്മവിജയം, അതൊക്കെ ആ ഗുരുമുത്തച്ഛന്മാരായിട്ട് അതിൻ്റെ പരമ്പരകളായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് ആ പിതൃക്കുള്ള ഗുരുക്കന്മാരുടെ ഒക്കെ സാന്നിധ്യം ഈ ദേവചൈതന്യത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ പിൻബലത്തോട് കൂടിയിട്ടാണ് ആ ദേവി ദേവന്മാരുണ്ടാകുക. അപ്പോൾ അപ്പുറത്തെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഗുരുമുത്തപ്പൻ്റെ ശക്തിയല്ല ഇവിടുത്തെ ഗുരുമുത്തപ്പൻ്റെ ഉണ്ടാകുക. ഇവിടുത്തെ ഉപാസന രീതിയല്ല അവിടുത്തെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കുടുംബങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഭദ്രകാളിയോ മറ്റുള്ള ചാത്തനും മൂർത്തികളൊക്കെ ഉണ്ട്, അത് അവരുടെ മാത്രം. നമ്മുടെ എന്ന് പറയാൻ നമ്മുടെ വീട്ടിൽ കുടിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ദേവിദേവന്മാർ നമ്മുടെ വീട്ടിൽ നമ്മൾ സാങ്കല്പികമായിട്ട് പറഞ്ഞു, ശിലയിലോ വിഗ്രഹത്തിലോ ഫോട്ടോമായിട്ടോ മറ്റേത് തരത്തിലും നമ്മൾ അതിനെ അവിടെ പ്രതിഷ്ഠിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ വിചാരിക്കാം. അദ്ദേഹത്തിനെ നമ്മൾ കുളിപ്പിക്കണം, പൊട്ടുവയ്ക്കണം, പൂവ് അർപ്പിക്കണം, ദീപം അർപ്പിക്കണം, ധൂപം അർപ്പിക്കണം, ചന്ദനം, നൈവേദ്യം അതെല്ലാം നമ്മൾ അർപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വന്നു ചേരുന്നുള്ളൂ. ഒരു വലിയൊരു ബംഗ്ലാവ് കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്. ആ ബംഗ്ലാവിനെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കാമെന്ന് വിചാരിക്കാം. ആ ലൈറ്റ് കൊണ്ട് നമ്മൾ അലങ്കരിക്കുമ്പോഴാണ് അതിനെ അത്രയും വൃത്തി ഉണ്ടാവണം. ലൈറ്റൊക്കെ കത്തുന്നത്, അതേപോലെ തന്നെ കറണ്ടൊക്കെ കൊടുക്കുമ്പോഴാണ്. ലൈറ്റുകൾ മാത്രം ഇട്ട പോരാ, അതിനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് വേണം. അപ്പോഴാണ് അതെല്ലാം അതിമനോഹരമായിട്ട്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുള്ള കത്തുന്നുള്ളൂ, ലൈറ്റുകൾ ബൾബുകളൊക്കെ പ്രകാശിക്കുന്നുള്ളൂ. ആ പ്രകാശം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ വൈദഗ്ധ്യം കൊണ്ടാണ്, ചെയ്തിട്ടുള്ളതായ അലങ്കാരപ്പണികൾ കൊണ്ടാണ് നന്നായിട്ടാന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെ ഭംഗി, അതിൻ്റെ ശക്തി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിലെ ഏതേത് കുടുംബത്തിലെ ദൈവങ്ങളെയാണോ നമ്മൾ കുടിവെച്ചിട്ട് അവർക്ക് കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത്, ആ കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരുടേതായ ശാപങ്ങൾ വരാൻ തുടങ്ങും, അവരുടെ വിഷമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അത് വീട്ടുകാർക്ക് ദുരിതങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളതായ ആക്കം കൂട്ടും. ഏത് മനുഷ്യനും കഷ്ടമില്ലാത്തൊരു മനുഷ്യനില്ല. രോഗങ്ങൾ വരില്ല എന്നൊരിക്കും നമുക്ക് മുൻവിധിയോടുകൂടി പറയാനായിട്ട് കഴിയില്ല. നമ്മൾ ജനിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ ജനിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ പ്രത്യേകത, ജന്മനാളിൻ്റെ പ്രത്യേകത, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കോടീശ്വരനാവാനോ അല്ലെങ്കിൽ അതേപോലെ രക്ഷപ്രഭു ആവാനോ അങ്ങനെയുള്ളതായ നല്ലൊരു സമാധാനം, മരണം വരെ സമാധാന സന്തോഷത്തോട് ജീവിക്കാനുള്ളതായ
കാര്യങ്ങളൊക്കെ അതിൻ്റെ ജന്മഫലമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ജനന സമയത്തിൻ്റെ പ്രത്യേകതകളുണ്ടാകും. ചിലവർക്ക് എന്നും ദാരിദ്ര്യ ദുഃഖങ്ങളുണ്ടാകുക. ആ ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ ഇതേപോലെ അച്ഛനും അമ്മേനും ചിലർ പ്രാകുന്നുണ്ടാവും. ഈ തന്ത കാരണം തള്ള കാരണം ഞങ്ങൾക്കൊന്നും നന്നാവാൻ പറ്റിയില്ല, നിങ്ങൾക്ക് നല്ല പണി പഠിക്കാറില്ല, ജോലി ചെയ്യാറുന്നില്ലേ, അവർക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ ഇത്രയും വളർത്തിണ്ടാക്കിയിട്ടുള്ളത്, നമ്മളൊരാളാക്കിയിട്ടുള്ളത് എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാകില്ല. മാതാപിതാക്കളെ കുറ്റം പറയുന്നതായ വ്യക്തികൾക്ക് ഉണ്ടാകില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുടിവെച്ചിട്ടുള്ള ദൈവത്തിന് നമ്മൾ നൽകുന്നതായ കാര്യങ്ങൾ പോലെ തന്നെ ആ പ്രീതി ആ കർമ്മം ചെയ്യുന്നതനുസരിച്ച് അവർ നമ്മളതിനെ സംരക്ഷിക്കും. അല്ലെങ്കിൽ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറ്റുന്നതാണ് മറ്റുള്ളതായ ദുരിതങ്ങളൊക്കെ വന്നിട്ട് അതിനൊന്നും നമ്മൾ ചിലപ്പോൾ അടിപെട്ടു പോകാണ്ടിരിക്കുന്നത്. അത് ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതായ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ദുരിതങ്ങൾ വരില്ല. എന്തുകൊണ്ട് ഞങ്ങൾ എന്നും ഇവിടെ പൂജിക്കുന്നുണ്ട്, എത്രയധികം ദൈവങ്ങളുണ്ട്, ഒരു മുറ്റം നിറയെ ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ മുകളിൽ നിറയെ ദൈവങ്ങളുണ്ട്. ഞങ്ങൾക്ക് എന്തിട്ട കാര്യം അവരുടെ വീട്ടിൽ ഇന്ന മാതിരി ഉണ്ടാവുന്നുണ്ട്, മറ്റുണ്ടാവുന്നുണ്ട്. നമ്മൾ ആരെയും ഉദാഹരണപ്പെടുത്തരുത്, മറ്റുള്ളവരൊന്നും ഉദാഹരണപ്പെടുത്തരുത്. നമ്മുടെ വീട്ടിലത്തെ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നമ്മളതിനെ കൃത്യമായിട്ട് കുളിപ്പിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് അതിനെ പരിചരിക്കുന്നുണ്ടോ? ഓരോ ക്ഷേത്രത്തിൽ നോക്കുക, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ 3 മണിക്ക് എണീക്കണം, അതിനെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. അത് നട അടയ്ക്കുന്നവരെ രാത്രി 8 മണി 9 മണി വരെ. അപ്പോൾ കാലത്ത് 3 മണിക്ക് നട തുറന്നാലും ഒരു 11 12 മണിക്ക് നട പൂട്ടി വീണ്ടും 2 മണിക്ക് തുറന്നിട്ടൊരു 6 മണി 7 മണി ചിലപ്പോൾ 8 മണി അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ആവും നട അടയ്ക്കുക. അതുവരെ അവർക്ക് ഇടവിട്ട് കർമ്മങ്ങളുണ്ട്, അഭിഷേകങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. ഈ ദേവിക്ക് ദേവനൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടാതെ അപ്പുറത്ത് അതിനുള്ളതായ കർമ്മങ്ങൾ, ഗണപതി ഹോമമുണ്ട്, മൃത്യുഞ്ജയ ഹോമം ഉണ്ടാവും, ഭഗവത് സേവ ഉണ്ടാകിയിരിക്കുന്നുണ്ടാവും, അങ്ങനെ സുദർശന ഹോമങ്ങൾ. ഇതിനെ ദുരിതം വരാത്ത തരത്തിൽ എന്നാൽ ശ്രേയസ് ഉണ്ടാകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ വേറെ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഓരോ ക്ഷേത്രങ്ങളും അവിടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും അവിടെ ഭക്തജനങ്ങൾ തടിച്ചുകൂടാനും ആ ഭക്തജനങ്ങളുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനും ഉള്ള ശക്തി, അതിന് പ്രാപ്തി ഉണ്ടാകുന്നത് നിരന്തരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, നമ്മൾ ആചരിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ഇതൊക്കെ ദേവിക്ക് ഒക്കെ വളരെ പ്രത്യേകതകളാണ്. ഈ ചൊവ്വാഴ്ചയോ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ദേവീനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നാൽ പുറമെയുള്ള ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് 1-ാം തീയതി നമ്മൾ ഉത്സാഹിച്ച് ചിലർ ഓടുന്നവരുണ്ട് ക്ഷേത്രത്തിലേക്ക്. വളരെ നല്ലതാണത്. 1-ാം തീയതിക്ക് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ദേവൻ്റെയോ ദേവിയുടെയോ ആരുടെ ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിൽ പോകാൻ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലും ദൈവമുണ്ട്. അത് ചിലപ്പോൾ അമ്പലമുള്ള ക്ഷേത്രമാവില്ല, ഒരു തറ കെട്ടിയിട്ടാവും, അല്ലെങ്കിൽ തറ കെട്ടാതെയാവും. നമ്മൾ അവിടെ കാണിക്കുന്നതായൊരു മര്യാദ, അല്ലെങ്കിൽ അവിടെ കാണിക്കുന്നൊരു ബഹുമാനം, അവിടെ കാണിക്കുന്നൊരു ആചാരം നമ്മൾ നമ്മുടെ ദൈവത്തോട് കാണിച്ചു കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ ഈ ദൈവത്തിനെയും അതേപോലെ തന്നെ ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. ഒരു വീട്ടിൽ 10 ആളുകളുണ്ട്, 10 ആളും ദൈവത്തിന് തൊഴിലില്ല, അല്ല 10 ആളും വെവ്വേറെ സ്ഥലത്തേക്ക് പോകണോ? പ്രത്യേക ഭക്തിയില്ലാത്തവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. ഈ 10 ആളുടെ മാതാപിതാക്കളും ഇവരിങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഇവരുടെ അച്ഛനോ, ഈ 10 ആളുടെ അച്ഛൻ്റെ അച്ഛൻ, അവരൊക്കെ ആയിട്ടാവും ഈ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ഇതിനെ പരിപാലിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവരിയ്ക്കുന്നുണ്ടാവുക. അവർ പോയതിന് ശേഷം ചിലപ്പോൾ ഒരു ആൺകുട്ടിയാവും, അതിന് വിശ്വാസം ഉണ്ടാവില്ല. ആ ഒരു ആൺകുട്ടിക്കാവും 10 മക്കളുണ്ടായിട്ടുള്ളത്. അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ 1-2 പേർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ നമ്മുടെ കുടുംബ 4-ാം ഇടത്തിൽ ഗുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ദേവചൈതന്യത്തിനെ നമ്മളെല്ലാവരും കൂടി പരിപാലിക്കണം, എല്ലാവരും കൂടി അതിൻ്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതിനോട് സഹകരിക്കും. അപ്പോൾ ഇതിനിങ്ങനെ പോരാ, ഇതൊന്ന് ഉയർത്തി വയ്ക്കണം, തറ കെട്ടണം, അല്ലെങ്കിൽ നമുക്കതിനൊരു പ്രശ്നം വിധി നോക്കിയറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നമുക്കതും ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ചേർന്ന്, അപ്പോൾ അതിന് തന്നെ വളരെ സന്തോഷമാവുക ദേവിക്ക്. കാരണം വളരെയധികം ഇരുട്ടിലാവും കിടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചെളി വെള്ളത്തിലാവും കിടക്കുന്നുണ്ടാവുക, കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല, കൊടുക്കുന്നത് പ്രീതിപ്പെട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, മറ്റ് പ്രേതബന്ധങ്ങളോ ശത്രുദോഷങ്ങളോ ഈ ദേവീനെ കൂട്ടിയിരിക്കുന്ന അവസ്ഥയാവും. അപ്പോൾ ഈ കുടുംബ 4-ാം ഇടത്തിൽ എല്ലാ മക്കളും ചേർന്ന് അവരുടെ നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ടുവന്ന് ഒരു താമ്പൂല പ്രശ്നം പോലുള്ളതായ ദേവപ്രശ്നമൊക്കെ വെച്ച് അവരെ നോക്കുമ്പോൾ ഈ ദേവീനെ ഇത്ര കാലം മുതൽ കൊണ്ടുവന്നിട്ടുള്ള ദേവിയാണ്. ഈ ദേവിയുടെ അവസ്ഥകൾ എങ്ങനെയാണ്, ഈ ദേവിക്ക് ആചരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദേവിക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങളില്ല,
ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഒക്കെ എന്താണ് അത് അനുഭവിക്കാൻ ദേവിക്ക് പറ്റുന്നില്ല. ഒന്നിൽ ശത്രുദോഷങ്ങൾ, ഒരുപാട് ശത്രുദോഷങ്ങളുണ്ട്. അല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞിരിക്കണം, ഈശ്വരാധീനില്ല, ദൈവാധീനില്ല, ഇരിക്കുന്ന ആ ദേവചൈതന്യം, ദേവിയുടെ ചൈതന്യം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അതെല്ലാം മറിഞ്ഞു പോയി. അശുദ്ധികൾ വന്നു, പ്രേതശുദ്ധി വന്നു, ശത്രുദോഷങ്ങൾ വന്നു. അതേപോലെ ദുരിതങ്ങളെ കൊണ്ട് ഇരിക്കുന്ന ദേവനെ അതിൻ്റെ ആ ഒരു തെളിച്ചമില്ല, ചൈതന്യമില്ല എന്ന് പറഞ്ഞ് അതിനെ കൃത്യമായിട്ടുള്ളൊരു ചാർട്ടുണ്ടാക്കി അദ്ദേഹം കൊടുക്കുമ്പോൾ അതിൽ എല്ലാവർക്കും വിശ്വാസത്തോടു കൂടി വരും. കാരണം പലവർക്കും കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. ജോലി ഉണ്ടെങ്കിലും കഷ്ടപ്പാടുകൾ കൂടുതൽ വർദ്ധിക്കുമ്പോൾ, ചികിത്സിച്ചിട്ടും അതിന് ഭേദമില്ലാതെ വരുമ്പോൾ, കിട്ടുന്ന സാമ്പത്തികം മുഴുവൻ നശിച്ചു പോകുമ്പോൾ, ഒന്നും ഒരു ഉറുപ്പി പോലും എടുത്തു വയ്ക്കാൻ പറ്റാത്ത തരത്തിലാവുമ്പോൾ, എന്തുകൊണ്ടെന്ന് പലരോടും ചിന്തിക്കുമ്പോൾ, പലരോടും ആലോചിക്കുമ്പോൾ ദൈവങ്ങളെ പറ്റി പറയുകയും ആ ദൈവത്തിനെ പറ്റിയിട്ട് ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പറയുന്നതായ ജ്യോത്സ്യൻ പറയുന്നു, ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ ഇത് ചെയ്തിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ ദേവിക്ക് വന്നിരിക്കുന്നതായ പ്രേത ദുരിതങ്ങൾ, ശത്രുദോഷങ്ങൾ, ദുരിതങ്ങൾ, അശുദ്ധികൾ, ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത്ര ദിവസം കർമ്മങ്ങൾ ചെയ്തിട്ട് ഇരിക്കുന്ന പ്രേതങ്ങൾ തന്നെ എല്ലാവർക്കും മോക്ഷം കൊടുക്കണം. അപ്പോൾ ഈ കുടുംബത്തിൽ തന്നെ ദുരിതമരണങ്ങൾ, പാശമൃതി, അതായത് തൂങ്ങി മരണം, വിഷം കുടിച്ച്, തീ കൊളുത്തി, അപകടം ഉണ്ടായി, കിണറ്റിൽ വീണു, അങ്ങനെ പലതരത്തിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലാത്ത പക്ഷം ഈ കുടുംബത്തിലേക്ക് തന്നെ അതിൻ്റെ അപ്പുറത്തിപ്പുറത്തേക്കുള്ളതായ പ്രേതാദികൾ മരണപ്പെട്ടു പോയിട്ടുള്ള അവർ പ്രേതങ്ങളോ അതിലും കൂടുതൽ വന്ന് രക്ഷ അങ്ങനെയുള്ളതായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലതായ ദേവചൈതന്യം നശിക്കുമ്പോൾ ആ ദേവചൈതന്യത്തിൽ ഇവർ ഇതേപോലെ ശക്തികളാവും വന്ന് കയറുക. പിന്നെ അവരാവും ഇതിനെ നിയന്ത്രിക്കുക. വല്ലപ്പോഴും ഒരിക്കൽ വിളക്ക് വയ്ക്കുന്നവർക്ക് ഉണ്ടാകുന്നൊരു ചതിയാണത്. അപ്പോൾ അതിൽ പ്രേത ചൈതന്യവും. അപ്പോൾ ഈ പണിക്കർ അല്ലെങ്കിൽ ജ്യോത്സ്യം നോക്കിയിട്ടുള്ള അവിടേക്ക് എത്തുക. കാരണം നമ്മുടെ ദേവിതന്മാരൊക്കെ അവരുടെ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രേതദോഷങ്ങളാണ്, പ്രേത ദുരിതങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ പിതാവ് അതിൻ്റെ അച്ഛൻ്റെ അതേപോലെ അതിൻ്റെ അച്ചാച്ചൻ്റെ പിതാമഹൻ, പ്രപിതാമഹൻ, പിതാവ്, അങ്ങനെ അവരുടെ ബന്ധുമിത്രാദികൾ, സന്ധുബന്ധുക്കൾ, ജ്യേഷ്ഠനുജന്മാർ മരണപ്പെട്ടു പോയിട്ടുള്ള ആ തലേന്ന് അച്ഛൻ്റെ അവിടെ നിന്നുള്ളതായ പ്രേതാദികൾ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ഈ വ്യക്തിയുടെ സഹോദരസ്ഥാനങ്ങൾ, അച്ചാച്ചന്മാർ, വല്യച്ഛന്മാർ, ചെറിയച്ഛന്മാർ, അങ്ങനെ അവരോടൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആളുകളെയൊക്കെ മോക്ഷം കിട്ടാതെ കെട്ടിത്തിരിഞ്ഞ് ഈ പ്രേതത്തിന്, ഈ ദേവനോട് കൂടിയിട്ട്, ഈ പ്രേത ചൈതന്യങ്ങളാണ് ദേവനെ വലയം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവരിനൊക്കെ മാറ്റണം എന്നുള്ള ആ പ്രതിവിധി അദ്ദേഹം അത് വീട്ടിൽ ചെയ്യും. വീട്ടുകാരുടെ ആവശ്യപ്രകാരം ആ കർമ്മികൾ വന്നിട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2-3 ദിവസത്തെ അതിന് പ്രത്യേക കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്ത് ശത്രുദോഷങ്ങളെ മാറ്റി പ്രേതദോഷങ്ങളെ അത് ഓരോരുത്തരും പേരിട്ടിരിക്കും. പിതാമഹൻ അല്ലെങ്കിൽ പിതാവ്, ഇവരോടൊക്കെ പേരുകളുണ്ടാകും. ആ മക്കളുടെ മരണപ്പെട്ടു പോയിട്ടുള്ളൂ, എല്ലാവരുടെയും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അവരോടൊക്കെ പേര് എഴുതിയിട്ട് കൂടുതൽ ദുരിതങ്ങളുള്ളവരൊക്കെ അവരിനൊക്കെ പേര് എഴുതിയിട്ട് അതിൻ്റെ ആൾ രൂപം വെച്ചിട്ട് ആ ആൾ രൂപത്തിലേക്ക് അതാത് ആത്മാക്കളെ ആവാഹിച്ച് അതിനെ തിലഹോമൻ, ക്ഷേത്രപിണ്ഡം, സായുജ്യ ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ ആ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കിട്ടുകയും ഈ ദൈവ ചൈതന്യത്തിൽ നിന്ന്, ദേവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുമാറി വിഷ്ണു ലോകത്തേക്കോ പിതൃലോകത്തേക്കോ അവരിനെ ആനയിക്കാൻ കഴിയും. എന്നിട്ട് ഈ ദേവനെ ഫ്രഷാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ ശുദ്ധി വരുത്തി ഇരിക്കുന്നതായ തറ ഒന്നാം വലുതാക്കി, അല്ലെങ്കിൽ മണ്ഡപപ്പരയോ ക്ഷേത്രമൊക്കെ ആക്കി അവിടെ കുടിവെച്ച് അതിന് നിത്യം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദേവന്, അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ എല്ലാവരും ചേർന്ന് മാസപൂജ ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശക്തി വരിക. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഒരു വഴിപാട് കൊടുക്കും. എൻ്റെ വക ഒരു വിളക്ക്, എൻ്റെ വക പട്ട്, എൻ്റെ വക ഒരു താലി, എൻ്റെ വക ഒരു പൊട്ട് ദേവിക്ക് സ്വർണ്ണത്തിൽ, അല്ലെങ്കിൽ ദീപസ്തംഭം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്, ആ ദേവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും സ്പോൺസർ ചെയ്യുമ്പോൾ അവിടെ ശക്തി ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും. അതൊക്കെ നല്ല നിറവോട് കൂടി കാണുമ്പോൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ വീട്ടുകാർക്ക് മനസ്സ് നിറഞ്ഞു ആ ദൈവത്തിനെ നമുക്ക് കൊടുത്തും പോരാന്ന് തോന്നും. ഒന്നുമില്ലെങ്കിലോ നശിച്ച് കിടക്കണമെങ്കിലോ ഒരാളുകൾ തിരിഞ്ഞു നോക്കില്ല. എല്ലാ ആളുകളും കുരിശ് വരയ്ക്കാനോ അതേപോലെ തന്നെ ധ്യാനത്തിന് പങ്കെടുക്കാനോ കൂടുതൽ പോകുക. അവർ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. നമുക്കതിനെ കാണിച്ചു കൊടുക്കാനോ കാണാനോ ചെയ്യാനോ പറയാനോ ഒരു ഇടം ഉണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ല, നശിച്ച് കിടക്കണം. അപ്പോൾ മറ്റുള്ള സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ട് പോകുക എന്നുള്ളത് തെറ്റല്ല. അങ്ങനെ വരുമ്പോൾ ആ കുടുംബ 4-ാം ഇടത്തിൽ
എല്ലാവരും ചേർന്ന് അതിനെ പരിപാലിക്കുന്നു, അതിനെ കർമ്മങ്ങൾ ചെയ്തു ശരിയായിട്ട് വരുമ്പോൾ ആ കുടുംബത്തിലെ പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആ ദൈവത്തിന് പ്രത്യേകം ഗുരുതി ഇത്യാദികളൊക്കെ വെച്ചിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് 16 കള്ളി കളട്ടിട്ടാണ് അതിൻ്റെ കർമ്മം ചെയ്യുക. അപ്പോൾ ഈ 16 കള്ളിയിൽ അരിപ്പൊടി കൊണ്ട് കളമിട്ടിട്ട് അതിൽ 16 ഇലനിറക്ക് വെച്ചിട്ട് അരി, നെല്ല്, അതേപോലെ തന്നെ നെല്ല് വറുത്ത് കുത്തി തവിടൊക്കെ വെച്ച് ഗുരുതി കുങ്കുമം, മറ്റേ മഞ്ഞൾ, കുങ്കുമം, വെള്ളമൊക്കെ ചാലിച്ചിട്ടുള്ളത് അതിനെ ഗുരുതി എന്ന് പറയാം. പിന്നെ മദ്യം, കള്ളോ ഇത്യാദികളൊക്കെ വെച്ചിട്ട് ആ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഉത്തമത്തുള്ള ഭദ്രകാളിക്ക് ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യില്ല. നിവേദ്യം വെച്ചിട്ട് പായസം ഇത്യാദികൾ ചെയ്യുള്ളൂ. മധ്യമത്തുള്ളതായ ചൊവ്വ പോലുള്ളതായ ദേവിക്ക് ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യും, കോഴീനെ വിട്ടിട്ട് കർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ മാസത്തിൽ എല്ലാവരും ചേർന്ന് ആ ദേവീനെ പൂജിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര വല്ല കടുത്തതായ ശത്രുദോഷങ്ങളോ കർമ്മ തടസ്സങ്ങളോ ആഭിചാര ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തടുത്തു നിർത്താനും ആ കുടുംബ 4-ാം ഇടത്തിൽ മക്കൾക്ക് പുരോഗതി ഉണ്ടാകാനും ആ ദേവി എല്ലാവരും അനുഗ്രഹിക്കും. എൻ്റെ ഇതേപോലെ ഇതെല്ലാം കേട്ട് നമ്മൾ ഓരോ കുടുംബത്തിലും നശിച്ചു കിടക്കുന്നതായ ദേവചൈതന്യത്തിന് ഉണർത്തി നല്ലതാക്കി തെളിയിച്ചു കൊണ്ടുവരുന്ന എല്ലാവർക്കും ആ ദേവിദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എൻ്റെ എളിയ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.